ചലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? ഉത്തരം 2010 മുതൽ. അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യാറൂബ് ഇബ്നു ഖഹ്ത്വാൻ. അറബിക് ഭാഷ ഏത് ഭാഷാ കുടുംബത്തിൽ പെടുന്നു? ഉത്തരം സെമിറ്റിക് ഭാഷാ കുടുംബത്തിൽ പെടുന്നു. അറബി ഭാഷയിൽ ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം നജീബ് മഹ്ഫൂദ്. ഇദ്ദേഹത്തിനാണ് ആദ്യമായി അറബിക് ഭാഷയിൽ നോബൽ സമ്മാനം ലഭിച്ചത്. അറബി ഭാഷ ഏത് വർഷം മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1912. അറബി ഭാഷയിലെ ഖമരിയായ അക്ഷരങ്ങൾ എത്രയാണ്? ഉത്തരം 14 അക്ഷരങ്ങൾ. അറബി ഭാഷയിലെ ശംസിയായ അക്ഷരങ്ങൾ എത്രയാണ്? ഉത്തരം 14. അറബി ഭാഷയിൽ ആകെ എത്ര അക്ഷരങ്ങളാണുള്ളത്? ഉത്തരം 28. ഇവയിൽ പെട്ടതാണ് ശംസിയായ അക്ഷരങ്ങളും ഖമരിയായ അക്ഷരങ്ങളും. ഐക്യരാഷ്ട്രസഭ ലോക അറബി ഭാഷാ ദിനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? ഉത്തരം 1973 ഡിസംബർ 18. അറബി എന്ന പദം ഏത് വാക്കിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം അറൂബ. അറബി ഭാഷ അതിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് ഒരക്ഷരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എങ്കിൽ ഏതാണ് ആ അക്ഷരം? ഉത്തരം ലുഅത്തുല്ലാദ്. അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം? ഉത്തരം ഖുർആൻ. എത്ര സൂറത്തുകൾ ഉൾക്കൊണ്ടതാണ് ഖുർആൻ? 114 സൂറത്തുകൾ ഉൾക്കൊണ്ടത്. അറബി അക്ഷരങ്ങൾക്ക് ആദ്യമായി ഹറക്കത്തുകളും ഇഅ്റാബും നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം അബുൽ അസ്വദുൽ ദുആലി. അറബി ഭാഷയിലെ ആദ്യ നിഘണ്ടു? ഉത്തരം കിതാബുൽ ഐൻ. അറബി ഭാഷയിൽ ഇറങ്ങിയ ആദ്യ പത്രം ഏതാണ്? ഉത്തരം അൽ വഖാഇഉൽ മിസ്രിയ. അറബി ഭാഷയിലെ ഗുരുവൈദ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ത്വാഹ ഹുസൈൻ. അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 18. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ പേര് എന്താണ്? ഉത്തരം ആയത്തുദ്ദൈൻ. 100 എന്ന സംഖ്യയെ അറബിയിൽ എന്താണ് പറയുക? ഉത്തരം മിയാദ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.